പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് സിനിമ മാറുന്നുണ്ട്. നന്നായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സ് ഭയങ്കര രസമുണ്ട്. പ്രതീക്ഷിച്ചതിനെക്കാട്ടി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സിനിമയെക്കുറിച്ച് ഇത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല വന്നത്. ശരിക്കും എനിക്ക് ഫസ്റ്റ് ഹാഫിനെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇൻ്റർവെല്ലോട്ടുള്ളൊരു ഭാഗമായിരുന്നു. കുറച്ചും കൂടി അട്രാക്റ്റീവ് ആൻഡ് എന്താ പറയുക, ആൾക്കാരെ നമുക്ക് പിടിച്ച് ഇരുത്തി നമുക്ക് ഇരിക്കാൻ തോന്നുമല്ലോ, അടുത്ത എന്താണ് സംഭവിക്കുക എന്നുള്ള ആകാംക്ഷ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച കുറേയൊക്കെ പ്രെഡിക്റ്റബിൾ ആയിരിക്കുന്നു, പക്ഷേ അങ്ങനെയല്ല, അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് സിനിമ മാറുന്നുണ്ട്. ശരിക്കും ഇൻ്റർവെല്ലിന് ശേഷമുള്ള സെക്കൻഡ് ഹാഫ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല സസ്പെൻസ് അറിഞ്ഞ നല്ല പടമാണ്. നല്ല പ്രസൻസൊക്കെ ഉണ്ടായിരുന്നു, സ്ക്രീൻ പ്രസൻസും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ആണ് പടത്തിൻ്റെ ഒരു മെയിൻ പോർഷൻ ഇരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വർക്കായി. ഒരു ഇമോഷൻ സീൻസൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഒരു എന്താ പറയുക 20 മിനിറ്റ്സിൽ ഒരു വ്യത്യസ്ത കഥ, നല്ലൊരു പടമാണ്. നല്ല ത്രില്ലാണ്, നല്ല സസ്പെൻസ് ഉള്ള ഒരു കഥയാണ്. അവസാനമാണ് അതിൻ്റെ ഒരു കഥയുടെ ഒരു കാതൽ മനസ്സിലാക്കാൻ സാധിക്കും. നല്ല പടമാണ്. പടം അടിപൊളിയാണ്, സെൻറ്റിമെൻറ്റ്സ് ആണ്, പക്ഷേ അവസാനം ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലതാണ്, ഇഷ്ടപ്പെട്ട്. വളരെ നല്ലതായിരുന്നു. അഖിലേട്ടൻ മൊത്തത്തിൽ ഒരു ഇമോഷണലി ഭയങ്കര ഒരു ഇതായിപ്പോയി. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഭയങ്കര ഒരു ഇമോഷണലി ഭയങ്കര ഇതായിരുന്നു. പടം മൊത്തത്തിൽ കൊള്ളാം. നന്നായിരുന്നു. ഇനി നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. അതെ, അണ്ണൻ്റെ ആദ്യത്തെ മൂവിയാണ്, ആദ്യത്തെ ആക്ടിങ്ങിലോട്ട് ആദ്യത്തെ ഒരു മൂവിയായിരുന്നു. പടം കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു ഡീസൻറ്റ് മൂവി, ഓൺ ടൈം വാച്ചബിളാണ്. അതെ, എസ്പെഷ്യലി ക്ലൈമാക്സ് ഭയങ്കര രസമുണ്ട്. താങ്ക് യു. സന്തോഷം. എൻ്റെ മോൻ്റെ പടം എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ മോനൊപ്പം ഇരുന്ന് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ തെറ്റില്ലാത്ത പടം തന്നെയാണ്, എല്ലാവരും വന്ന് കാണണം, പ്രോത്സാഹിപ്പിക്കണം. ബിഗ് ബോസിൽ അവനെ സപ്പോർട്ട് ചെയ്തതുപോലെ ഈ ഫിലിം എല്ലാവരും വന്ന് കാണണം.